ഹലോ, ഇന്ന് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് പോട്ട് മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് യൂസ് ചെയ്യേണ്ടതെന്നൊന്ന് പരിചയപ്പെടാം. പഴയ ഒരു കുക്കറിൻ്റെ വാഷർ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ജൂട്ടിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പ്ലെയിൻ ആയിട്ടുള്ളതും ഒരെണ്ണം ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇനി വേണ്ടത് ബാംബൂ സ്റ്റിക്കാണ്, പിന്നെ കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കുക്കറിൻ്റെ വാഷറിലേക്ക് ഈ ജൂട്ടിൻ്റെ ലേസ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് വീതി കൂടിയ ജൂട്ടായതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും വീതിയിൽ വാഷറിൽ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചുറ്റിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ടുള്ള ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. 3-4 തവണ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള ജൂട്ട് ലേസുകൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കയറായാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ടേ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിറേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ മിറേഴ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഫെവി ബോണ്ട് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മിറേഴ്സ് അപ്പുറത്തെ സൈഡിലും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മിറർ ഇങ്ങനെ ജൂട്ടിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ലുക്കാണ് കാണാനായിട്ട്. അടുത്തത് നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ള അളവിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിന് ചുറ്റും ഈ ജൂട്ടിൻ്റെ ലേസ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മിറേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ഇനി ഈ റിങ്ങിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കേണ്ട ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഈ ബോട്ടിലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ റിങ്ങിൻ്റെ ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പാണല്ലോ, അത് മാറ്റി ഞാനൊരു ഓവൽ ഷേപ്പാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ അറ്റം വാഷറിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ കടത്തി വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റിൽ കുത്തി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് മാറി ഒരു ഓവൽ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാഷർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റണത്. വേറെ വല്ല റിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റില്ല. ഇനി ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് കൂടി നിറച്ച് കൊടുത്ത് മണി പ്ലാന്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 വശവും ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൊരു വള്ളി കൂടി കെട്ടി നമുക്കത് ഹാങ് ചെയ്തിട്ട് നോക്കാം. ഇത് നമുക്ക് വീട് അലങ്കരിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് കൂടി മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഇത് കുക്കറിൻ്റെ വാഷറാണെന്നൊന്നും ഒട്ടും അറിയേയില്ല. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കാം. ഇനിയും ഇങ്ങനെയുള്ള ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്